Dear students, in this video we will be discussing the shell configuration of the nucleus. The figure shows the sequence of neutron and proton energy levels according to the shell model. Okay. ഇവിടെ കാണിച്ചിരിക്കുന്ന എനർജി ലെവൽസ് അതിൻ്റെ എനർജി ഈ ആക്സിസിൽ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ എനർജി ലെവൽസ് പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും ഒരുപോലെ ബാധകമാണ്. ഓക്കെ, നൗ ഇവിടെ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്നൊന്ന് വിശദമായിട്ട് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ കുറേ എനർജി ലെവൽസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ഈ എനർജി ലെവൽസ് കിട്ടിയിരിക്കുന്നത് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ മോഡൽ വെച്ചിട്ടാണ്. ഓക്കെ, പക്ഷേ ഇതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ മോഡൽ വെച്ചിട്ട് കിട്ടുന്ന എനർജി ലെവൽസ് കറക്റ്റായിട്ട് മാജിക് നമ്പർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഷെൽ മോഡൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് വി ഹാവ് ടു കൺസിഡർ ദി സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ആൻഡ് ദ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ വിൽ ലീഡ് ടു സ്പ്ലിറ്റിംഗ് ഓഫ് ദി എനർജി ലെവൽസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം പല എനർജി ലെവൽസും സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടായിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇവിടെ കാണിച്ചിരിക്കുന്ന പിങ്ക് ലൈൻസിൽ കാണിച്ചിരിക്കുന്നതാണ് എനർജി ലെവൽ സ്പ്ലിറ്റിംഗ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ ഫൈനൽ, അതായത് ഈ എനർജി ലെവൽസ് സ്പ്ലിറ്റിങ്ങിന് ശേഷം കിട്ടുന്ന എനർജി ലെവൽസ് ആണ് റൈറ്റ് മോസ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഈ ലൈൻസ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ അറിയാം 2p ലെവൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ 3D ലെവൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എസ് ലെവൽസ് ഒന്നും സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതിൻ്റെ റീസൺസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ എനർജി ഷെൽ കോൺഫിഗറേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ മാജിക് നമ്പേഴ്സ് എങ്ങനെ വരുന്നു എന്നുള്ളത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എനർജി ലെവൽ കോൺഫിഗറേഷൻ വരുന്നത് 1s 1/2, 2p 3/2, 2p half, 3d 5/2, 2s 1/2 എക്സെട്ര, ഇങ്ങനെയുള്ള ഒരു ഓർഡറിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാം ഒരു എനർജി ലെവൽ കൺസിഡർ ചെയ്യാം 2p 3/2, അതായത് രണ്ടാമത്തെ എനർജി ലെവലാണ്. ഓക്കെ, അപ്പോൾ 2p 3/2 എന്ന് പറഞ്ഞാൽ ഇത് സൂചിപ്പിക്കുന്നത് ഇത് രണ്ടാമത്തെ ഷെല്ലിലാണ്. ഓക്കെ, അതായത് ഇത് അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സൂചിപ്പിച്ചതാണ്. പി എന്നുള്ളത് അതിൻ്റെ സബ് ഷെല്ലാണ്. ഓക്കെ, സെക്കൻഡ് എനർജി ലെവലിലുള്ള ഒരു സബ് ഷെല്ലാണ്. ഓക്കെ, അപ്പോൾ അതിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം എന്താണ് ഷെല്ലും സബ് ഷെല്ലും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് ഷെല്ലുകൾ തമ്മിലുള്ള വേർതിരിവ് വരുന്നത് എപ്പോഴാണ്. ഈ എനർജി ലെവൽസ് ശ്രദ്ധിച്ചാൽ അറിയാം ചില എനർജി ലെവൽസ് വളരെ ക്ലോസ്ലി പാക്ഡ് ആണ് അല്ലേ. അത് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത എനർജി ലെവൽസിൻ്റെ ഒരു ക്ലസ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനർജി ലെവൽ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത രണ്ട് ലൈൻ വരുന്നത്. ഓക്കെ, അപ്പം ഈ ലാർജ് എനർജി ഗ്യാപ്പ് വരുന്നതാണ് എന്ത് ഷെല്ലുകൾ തമ്മിലുള്ള വേർതിരിക്കുന്ന റീജിയൻ. ഓക്കെ, അപ്പോൾ ഇത് 1s 1/2 എന്നുള്ളത് ഫസ്റ്റ് ഷെല്ലാണ്. പക്ഷേ ഇത് രണ്ടും എന്താണ് സെക്കൻഡ് ഷെല്ലാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഷെല്ലിൽ വരുന്ന രണ്ട് സബ് ഷെൽസ് ആണ് 2p 3/2, 2p 1/2. അതുപോലെ തേർഡ് ഷെല്ലിൽ 3 സബ് ഷെൽസ് ഉണ്ട്. ഏതൊക്കെയാണ് 3d 5/2, 2s 1/2, 3d 3/2. ഇതെല്ലാം സബ് ഷെൽസ് ആണ്. ആ സബ് ഷെൽസ് ചേർന്നിട്ട് ആണ് ഷെല്ല് ഫോം ചെയ്യുന്നത്. ഓക്കെ, നൗ ഈ 2p 3/2 എന്ന് എഴുതിയതിൽ 3/2 എന്താണ്? 3/2 സൂചിപ്പിക്കുന്നത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറാണ്. സോ അതിനെ സൂചിപ്പിക്കുന്നത് ജെ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്, സ്മോൾ ലെറ്റർ ജെ ഈക്വൽ ടു 3/2 എന്ന് വരും. ഓക്കെ, ഇനി ഓരോ ലെവലിനും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ന്യൂക്ലിയോൺസിൻ്റെ ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. അത് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ ഈച്ച് സബ് ഷെൽ ഈസ് ഈക്വൽ ടു 2j + 1. ഓക്കെ, 2j + 1 ജെയുടെ വാല്യൂവിനനുസരിച്ച് ആ സബ് ഷെല്ലിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂക്ലിയോൺസിൻ്റെ എണ്ണത്തിനൊരു ലിമിറ്റ് ഉണ്ട്, മാക്സിമം ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് പറയുന്നത് 2j + 1. ഇപ്പോൾ j 3/2 ആണെങ്കിൽ അതിന് 4 ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസും ആവാം ന്യൂട്രോൺസും ആവാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം ഈ എനർജി ലെവൽസ് വരച്ചിരിക്കുന്നത് പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും ഒരുപോലെ ബാധകമാണ്. ഓക്കെ, രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഷെൽസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ,
നൗ എന്താണ് പി? പി സൂചിപ്പിക്കുന്നത് പി സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, സബ്ഷെല്ലിൻ്റെ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ സബ്ഷെൽസ് ഏതൊക്കെയുണ്ട് ഇവിടെ നോക്കിയാൽ അറിയാം. വ്യത്യസ്ത രീതിയിലുള്ള സബ്ഷെൽസ് ഉണ്ട്. എസ് ഉണ്ട്, പി, ടി, എഫ്, ജി, എച്ച്, ഓക്കെ, എക്സെട്ര അല്ലേ. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ സ്മോൾ ലെറ്റർ എൽ കൊണ്ട് സൂചിപ്പിക്കും. എസിന് 0 ആണ്, പിക്ക് 1 ആണ്, ടിക്ക് 2, എഫിന് 3, ജിക്ക് 4, എച്ചിന് 5, എക്സെട്ര. ഓക്കെ, ഇത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. ഓക്കെ, നൗ നമുക്കറിയാം ഈ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഓരോ എനർജി ലെവലും അതിൻ്റെ എൽ വാല്യൂവിനനുസരിച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന എനർജി ലെവൽസിന് ജെ വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് എൽ പ്ലസ് ഹാഫും അടുത്തത് എൽ മൈനസ് ഹാഫ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എൽ ഈക്വൽ ടു 1 എന്നുള്ള എനർജി ലെവലാണൊക്കെ. എൽ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി സബ്ഷെല്ലാണ്. പി സബ്ഷെല്ല് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരെണ്ണത്തിൻ്റെ ജെ വാല്യൂ എൽ പ്ലസ് ഹാഫ് ആയിരിക്കും, എന്ന് വെച്ചാൽ 1 പ്ലസ് ഹാഫ് എന്ന് വെച്ചാൽ 3/2. അടുത്ത സ്പ്ലിറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ എനർജി ലെവലിൻ്റെ ജെ വാല്യൂ എന്ന് പറയുന്നത് എൽ മൈനസ് ഹാഫ് ആയിരിക്കും, അതായത് 1 മൈനസ് ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ്. അപ്പോൾ പി സബ്ഷെല്ല് രണ്ട് എനർജി ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒരു എനർജി ലെവലിന് ജെ വാല്യൂ 3/2, അടുത്തതിന് 1/2 ആയിരിക്കും. ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം, അതിൻ്റെ മുന്നിലുള്ള ഈ നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല, അത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം 2p ഷെല്ലുണ്ട്, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, 2p 3/2, 2p 1/2 ആയിട്ട്. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ടെക്സ്റ്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 3p 3/2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. സ്പ്ലിറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇവിടെ ഈ സബ്ഷെല്ലിന് മുന്നിലുള്ള നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ നോക്കിയാൽ അറിയാം 3d എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് 3d 5/2, 3d 3/2 ആയിട്ട് മാറുന്നത്. 3 എന്നുള്ളത് സെയിം ആയിരിക്കും. സ്പ്ലിറ്റിംഗ് നടക്കുമ്പോൾ ഈ നമ്പർ മാറില്ല, പക്ഷെ ജെ വാല്യൂ രണ്ടായിട്ട് മാറും. ഒന്ന് എൽ പ്ലസ് ഹാഫും ഒന്ന് എൽ മൈനസ് ഹാഫും. ഓക്കെ, ഇനി വേറൊരു സ്പ്ലിറ്റിംഗ് നോക്കുക, 3ഡിയുടെ സ്പ്ലിറ്റിംഗ് നോക്കുക. അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. 3d എന്നുള്ളത് എല്ലിൻ്റെ ഡി സബ്ഷെല്ലിൻ്റെ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ജെ എന്നുള്ളത് എന്ത് വരും? ആ 3d എന്നുള്ള സബ്ഷെല്ല് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് എൽ പ്ലസ് ഹാഫ് എന്ന് വെച്ചാൽ 2 പ്ലസ് ഹാഫ് ചെയ്യുന്ന സമയത്ത് 5/2 വരും. 2 മൈനസ് ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3/2 വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3d 5/2, 3d 3/2. ഓക്കെ, നൗ എന്തുകൊണ്ടായിരിക്കും ഈ ജെ വാല്യൂ കൂടിയത് താഴെ എഴുതുന്നത്? അതിന് എനർജി കുറവായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റിംഗ് നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ജെ വാല്യൂ കൂടുതൽ ജെ വാല്യൂ ഉള്ളത് എനർജി ലെവൽസ് താഴെ ആയിരിക്കും എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു പി സബ്ഷെല്ല് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് എനർജി ലെവൽ കിട്ടി, 3/2, 1/2. അപ്പം ജെ വാല്യൂ കൂടിയത് ഏതാ? 3/2നാണ് ജെ വാല്യൂ കൂടിയത്, അത് താഴെ എഴുതും, 2p 3/2. അതുപോലെ ഹാഫ് എന്നുള്ളത് ജെ വാല്യൂ ഹാഫ്, അതിന് എനർജി കൂടുതലായിരിക്കും, അത് ഇതിൻ്റെ മേലെ എഴുതും, 2p ഹാഫ്. അപ്പോൾ ഓൾവേസ് when the splitting happens, the energy levels with a higher total angular momentum quantum number will be having lower energy, and the other ways also true. Okay, now നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ കോൺഫിഗറേഷൻ പഠിക്കണം. ഓക്കെ, ഇത് കാണാതെ പഠിച്ചേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. ഓക്കെ, അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്? 1s 1/2, 2p 3/2, 2p half, 3d 5/2, etc. അപ്പോൾ ഇത് ഈ ജെ വാല്യൂ പഠിക്കാൻ എളുപ്പമുണ്ട് അല്ലേ? എങ്ങനെയാണ് പഠിക്കാം? ജെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൽ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ? എസിന് എൽ ഈക്വൽ ടു എന്തായിരിക്കും? 0 ആണ്.
അപ്പോൾ ജെ എന്നുള്ളത് 0 പ്ലസ് ഹാഫ് വരും, 0 മൈനസ് ഹാഫ് -1/2 വരിക. അപ്പോൾ മൈനസ് വാല്യൂ പോസിബിൾ അല്ല, ജെക്ക് മൈനസ് വാല്യൂ പോസിബിൾ അല്ല, അതുകൊണ്ട് ഹാഫ് മാത്രം എടുത്തു. അപ്പോൾ 1/2 ഈ ജെ വാല്യൂ 1/2 വരും. ഇനി പി സബ്ഷനിലാണെങ്കിൽ 2 വാല്യൂ പോസിബിൾ ആണ്, 3/2 1/2. അതിൽ 3/2 ഫസ്റ്റ് എഴുതണം, അതിൽ 1/2 അത് കഴിഞ്ഞിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് വാല്യൂസ് എഴുതാൻ എളുപ്പമാണ്. അത് പഠിക്കേണ്ടത് ഓർഡർ പഠിക്കണം. എസ് പി 1s 2p 2p 3d 5/2 എക്സെട്ര. ഈ ഓർഡർ പഠിച്ചേ പറ്റൂ. അപ്പോൾ ഇത് മുഴുവൻ പഠിച്ചില്ലെങ്കിലും ഒരു 82 വരെയെങ്കിലും പഠിക്കണം. ഓക്കെ, നൗ ഇതാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. നൗ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? നേരത്തെ പറഞ്ഞു ഓരോ ഷെല്ലിലുമുള്ള ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര? 2j+1 ആണ് അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് ഷെൽ എടുക്കാം. അപ്പോൾ 1s 1/2. ഇതിൽ എത്ര ന്യൂക്ലിയോൺസിനെ ഇൻക്ലൂഡ് ചെയ്യാം? ഇതിന് ഈ ലെവലിൽ 2 പ്രോട്ടോൺ, അല്ലെങ്കിൽ പ്രോട്ടോണിനെ സംബന്ധിച്ച് പ്രോട്ടോണിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ 2 പ്രോട്ടോണിനെ ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ? അതെന്തുകൊണ്ടാണ്? 2j+1 എടുക്കാം. അപ്പം ജെ ഹാഫ് ആയതുകൊണ്ട് ഹാഫ് ഇവിടെ എഴുതാം. അപ്പോൾ 2 ക്യാൻസൽ, 1 + 1 2 ന്യൂക്ലിയോൺസ് ആണ് ഈ ഷെല്ലിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ ലെവൽ എടുക്കുകയാണെങ്കിൽ ജെ 3/2 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2j+1 എന്നുള്ളത് 4. അപ്പോൾ ഈ ഷെല്ലിൽ 4 പ്രോട്ടോണിനെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ 2p 1/2 2 പ്രോട്ടോണിനെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ബാക്കിയെല്ലാം എഴുതാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6h 9/2. ഇപ്പോൾ ജെ എന്നുള്ളത് 9/2 ആണ്. അപ്പോൾ അതിൽ 10 2j+1 ചെയ്ത് കഴിഞ്ഞാൽ 10 എന്ന് വരിക. അപ്പോൾ 10 പ്രോട്ടോൺസിനെ വരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ അടുത്ത കോളത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഓരോ ഷെല്ലിലുമുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സബ് ഷെൽസ് ആണ്. സബ് ഷെല്ലിലുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ് 2j+1. ഇനി ഓരോ ഷെല്ലിലും എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പം ഇവിടെ പല സബ് ഷെൽസ് ചേർന്നിട്ടാണ് ഷെല്ലുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പർ എന്നാണ് ഷെല്ലിലുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ ഒരൊറ്റ സബ് ഷെല്ലുള്ളൂ, അതിൽ 2 ന്യൂക്ലിയോൺ, പ്രോട്ടോൺസ് അല്ലെങ്കിൽ ന്യൂട്രോൺ. പക്ഷേ രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ലുണ്ട്. ഒന്ന് 2p 3/2, അടുത്തത് 2p 1/2. അപ്പോൾ ഇതിൽ 4 ഉണ്ട്, ഇതിൽ 2 പ്രോട്ടോൺസ് വരെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ 6 വരും, 4 + 2. ഇപ്പോൾ മൂന്നാമത്തെ ഷെല്ലിൽ നമുക്ക് 3 സബ് ഷെൽസ് ഉണ്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ന്യൂക്ലിയോൺസ് 6 2 4 എന്നാണ് വരുന്നത്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 ന്യൂക്ലിയോൺസ് ഇൻക്ലൂഡ് ചെയ്യാം. തേർഡ് ഷെല്ലിൽ നമുക്ക് 12 ന്യൂക്ലിയോൺസിനെ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം എഴുതാം. ഓക്കെ, ഇനി റൈറ്റ് മോസ്റ്റ് കോളത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ടോട്ടൽ ന്യൂക്ലിയോൺസ് ആണ്. ഓക്കെ, ടോട്ടൽ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഷെല്ലിലുള്ള ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 6 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 2 + 6 8. ഓക്കെ, അതുപോലെ 6 പ്ലസ് അടുത്തതിൻ്റെ 12 ആഡ് ചെയ്യുന്ന സമയത്ത് 20 വരും. ഓക്കെ, അതുപോലെ 20 + 8 ചെയ്ത് കഴിഞ്ഞാൽ 28 വരും, എക്സെട്ര. അപ്പം ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത്? ഈ നമ്പേഴ്സ് നോക്കിയാൽ അറിയാം ഇതെല്ലാം എന്താണ്? മാജിക് നമ്പേഴ്സാണ്. അപ്പം നമ്മൾ ഷെൽ മോഡലിൻ്റെ പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് ഈ മാജിക് നമ്പേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്താൽ പോരാ, മാജിക് നമ്പേഴ്സ് വരുന്ന സമയത്ത് ഷെൽ ക്ലോഷർ നടക്കുന്നുണ്ട്. അതായത് ഷെൽ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഷെല്ല് കംപ്ലീറ്റ് ആവുന്ന ഒരവസ്ഥ വരുന്നുണ്ട് എന്നുകൂടി പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് നമ്മളിവിടെ ചെയ്തു. എങ്ങനെയാണ്? ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസ് എടുക്കാം. 8 ന്യൂക്ലിയോൺ ഉള്ള ഒരു ന്യൂക്ലിയസ് ആണെന്ന് വയ്ക്കാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം കൊടുത്തു, ബാക്കി 6 എണ്ണം അടുത്ത ഷെല്ലിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഷെൽസ്, അതായത് ഫസ്റ്റ് ഷെല്ല് ഫില്ല് ചെയ്തു കംപ്ലീറ്റ് ആയിട്ട്, അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എത്തി. സെക്കൻഡ് ഷെല്ലിലും അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എത്തി. അപ്പോൾ 2 ഷെല്ലും, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തു. അപ്പം ഒരു 8 പ്രോട്ടോൺസ് ഉള്ള ഒരു ന്യൂക്ലിയസിന് എന്തായിരിക്കും? മാജിക് ന്യൂക്ലിയ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 8 പ്രോട്ടോണോ അല്ലെങ്കിൽ 8 ന്യൂട്രോണോ ഉള്ള ന്യൂക്ലിയ മാജിക് ന്യൂക്ലിയ ആയിരിക്കും.
ഓക്കെ. നൗ ഒരു 50ൻ്റെ കേസാണ്. അപ്പോൾ 50 പ്രോട്ടോണുള്ള കേസാണെങ്കിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? 2, 6, 12, 8, 22 എന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ. അപ്പം ഇതിലുള്ള ഓരോ ഷെല്ലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഓക്കെ. ഇനി എപ്പോഴാണ് ഫില്ല് അല്ലാതിരിക്കുക? സപ്പോസ് നമ്മളൊരു 9 ന്യൂക്ലിയോൺ ഉള്ള ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്ത് നോക്കുക. ഓക്കെ. അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ആദ്യം 2 എണ്ണം ഫസ്റ്റ് ഷെല്ലിൽ കൊടുത്തു, 6 എണ്ണം സെക്കൻഡ് ഷെല്ലിൽ കൊടുത്തു. അപ്പോൾ എത്രയായി? 8 ആയി. ബാക്കി 1 കൂടി ഉണ്ട്. ആ 1 ഉള്ളത് തേർഡ് ഷെല്ലിലാണ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇതിൽ 12 ന്യൂക്ലിയോൺസ് വന്നാലേ ഫില്ലാവുള്ളൂ, ക്ലോസ്ഡ് ആവുള്ളൂ. അപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ ആ ന്യൂക്ലിയർ എന്തായിരിക്കും? ഷെൽ ക്ലോഷർ നടക്കാത്ത ഒരു ന്യൂക്ലിയർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഷെൽ ക്ലോഷർ നടക്കുന്ന ന്യൂക്ലിയേഴ്സ് എല്ലാം ആണ് ഈ നമ്പറിൽ വരുന്നത്. 2, 8, 20, 28, 50 എക്സെട്ര. അപ്പോൾ ഷെൽ ക്ലോഷർ നടന്നാൽ മാത്രം പോരാ, നമുക്കറിയാം ഈ ഇത്തരം നമ്പേഴ്സ് വരുന്ന പ്രോട്ടോൺസോ ന്യൂട്രോൺസോ ഈ നമ്പേഴ്സ് വരുന്ന ന്യൂക്ലിയർ എക്സെപ്ഷണലി സ്റ്റേബിൾ ആണ്. ഇതിൻ്റെ ബൈൻഡിങ് എനർജി വളരെ കൂടുതലാണ്, ക്വാഡ്രപ്പിൾ ബോണ്ട് 0 ആണ്, അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഷെൽ മോഡൽ വെച്ചിട്ട് ഷെൽ ക്ലോഷർ നടക്കുന്നത് എങ്ങനെയാണ്, ഇത്തരം മാജിക് ന്യൂക്ലിയർ ഷെൽ ക്ലോഷർ നടക്കുന്നത് എങ്ങനെയാണ്, മാജിക് നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഇത് പ്രകാരം നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ. Now I have given one example here which is carbon 614 nucleus. ഇവിടെ നമുക്ക് ആറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് 6 ആയിരിക്കും. അതുപോലെ മാസ് നമ്പർ 14 ആണ്. ഇപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ 14 - 6 ചെയ്യാം, അപ്പോൾ 8 കിട്ടും. ഓക്കെ. നമ്മൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ കോൺഫിഗറേഷനും ന്യൂട്രോണിൻ്റെ കോൺഫിഗറേഷനും സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. ഓക്കെ. ഇത് മാജിക് ന്യൂക്ലിയർ ആണോ എന്ന് നോക്കാം. ഓക്കെ. അതിന് നമുക്ക് കോൺഫിഗറേഷൻ എഴുതണം. ഓക്കെ. പ്രോട്ടോൺ 6 പ്രോട്ടോൺ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? നമുക്ക് നേരത്തെ എനർജി ലെവൽസ് അറിയാം അല്ലേ? എനർജി ലെവൽസ് പ്രകാരം 6 പ്രോട്ടോൺ ആണെങ്കിൽ 2 എണ്ണം ഫസ്റ്റ് ഷെല്ലിൽ കൊടുക്കാം, ബാക്കി 4 എണ്ണം എവിടെ കൊടുക്കും? 4 എണ്ണം സെക്കൻഡ് ഷെല്ലിൽ കൊടുക്കാം. എവിടെ? 2p3/2ൽ 4 എണ്ണം കൊടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണോ? അപ്പോൾ പ്രോട്ടോണിൻ്റെ ഷെൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ല, അല്ലെങ്കിൽ ഷെൽ ക്ലോഷർ നടന്നിട്ടില്ല. ഇനി ന്യൂട്രോൺസ് നോക്കുക. 8 ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? 2 എണ്ണം ഫസ്റ്റ് ഷെല്ലിൽ കൊടുത്തു, 1s1/2. 4 എണ്ണം 2p3/2ൽ കൊടുത്തു, അടുത്ത 2 എണ്ണം 2p1/2ൽ കൊടുത്തു. ഓക്കെ. അപ്പോൾ ഈ 2 സബ് ഷെല്ലിന് മാത്രമേ സെക്കൻഡ് എനർജി ലെവലിലുള്ളൂ. അപ്പോൾ സെക്കൻഡ് എനർജി ലെവൽ ഫിൽഡാണ്, ഫസ്റ്റും ഫിൽഡാണ്. ഇപ്പോൾ ന്യൂട്രോൺ നമ്പർ അല്ലെങ്കിൽ ന്യൂട്രോണിൻ്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി ഫിൽഡാണ്, അല്ലെങ്കിൽ ഷെൽ ക്ലോഷർ നടക്കുന്നുണ്ട്. അതുകൊണ്ട് 614 ഒരു മാജിക് ന്യൂക്ലിയർ ആണ്. 614 അറിയാൻ നമ്മൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബണിൻ്റെ ഒരു ഫോമാണ്, ന്യൂക്ലിയസ് ആണ് C614 എന്നുള്ളത്. ഇതിൻ്റെ ലൈഫ് ടൈം ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഇനി ഈ ഒരു സ്ലൈഡ് എനർജി ലെവൽസിൻ്റെ സ്പ്ലിറ്റിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യും. അതിൻ്റെ ഇൻട്രാക്ഷൻ എനർജി ΔH എന്ന് പറയുന്നത് -μ.b ആണ്. ഇതിനെ പറയുന്ന ഈ ഇക്വേഷന് പറയുന്ന പേരാണ് ലാർമർ ഇൻട്രാക്ഷൻ എനർജി. ഓക്കെ. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ്. മ്യൂ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ ന്യൂക്ലിയോൺ. പ്രോട്ടോണിൻ്റെ ഒക്കെ മാഗ്നറ്റിക് മൊമെൻ്റാണ്. ഓക്കെ. മാഗ്നറ്റിക് മൊമെൻറ്റ് ഡ്യൂ ടു സ്പിൻ മോഷൻ ആണെങ്കിൽ S കൊടുക്കും, അല്ലെങ്കിൽ ഓർബിറ്റൽ മോഷൻ ആണെങ്കിൽ L കൊടുക്കും. ഓക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി പറയാം. സ്പ്ലിറ്റിംഗ് നടക്കുന്ന സമയത്ത് ഓരോ എനർജി ലെവലും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. വിത്ത് J വാല്യൂ L+½ ആൻഡ് അനദർ വൺ വിത്ത് J വാല്യൂ L-½. ഇപ്പോൾ 5G ലെവലാണെങ്കിൽ L4 ആണ്. ഇപ്പോൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ J 9/2 ഉണ്ടാവും, അതുപോലെ 7/2 ഉണ്ടാവും. അപ്പോൾ അതിൽ J വാല്യൂ കൂടിയതിന് എനർജി കുറവായിരിക്കും, അതുകൊണ്ട് അത് താഴെ ഉള്ള എനർജി ലെവലായിട്ട് കൊടുത്തു. അതുപോലെ J വാല്യൂ കുറഞ്ഞതിന് ഹയർ എനർജി ലെവലായിരിക്കും, അത് മേലെ കൊടുത്തു. ഓക്കെ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം.